റയൽ മാഡ്രിഡ് എന്ന ടീമിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ബാഴ്സലോണയിലെ എൻ്റെയർ താരങ്ങൾ ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാത്രമല്ല റയൽ മാഡ്രിഡിനെ കൊല്ലാനുള്ള പക കൊണ്ട് അവർ കളിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാത്രമല്ല കുറച്ചു കാലം പിന്നിലേക്ക് പോയാൽ എൽ ക്ലാസിക്കോയിൽ ലയണൽ മെസ്സിയെ ഇത്രമാത്രം ഫൗൾ ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ നെഞ്ച് വിരിച്ചു നിന്ന് ഓർമ്മയുണ്ടോ? ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള ഈ ഒരു ശത്രുതയുടെ തുടക്കം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെയുണ്ട്. നമ്മളിന്ന് കാണുന്ന സ്പെയിൻ്റെ മാപ്പിൽ കറ്റാലൻ ഭാഷ സംസാരിക്കുന്ന ഒരു കാറ്റലോണിയ വിഭാഗക്കാരുണ്ട്. 18-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ സ്പെയിൻ എന്ന രാജ്യം ഒന്നാക്കിയപ്പോൾ കാറ്റലോണിയക്കാർക്ക് അവരുടെ മാതൃഭാഷ, അവരുടെ സംസ്കാരം എല്ലാം നഷ്ടത്തിലായി. സ്വതന്ത്രമാവാൻ ഒരുപാട് തവണ ആഗ്രഹിച്ച കാറ്റലോണിയക്കാരെ ഭരണകൂടം അടിച്ചമർത്തി എന്ന് വേണം പറയാൻ. സ്പാനിഷ് ഡിറ്റക്ടറായി വർഷം 1939 ഫ്രാൻസിസ്കോ ഫ്രാങ്കോ ചുമതലയേറ്റതിന് ശേഷം കാറ്റലോണിയൻ സമുദായക്കാർക്ക് ഒരു തരത്തിൽ പോലും സമാധാനം അയാൾ കൊടുത്തിട്ടില്ല. കാറ്റലോണിയൻ സമുദായക്കാർക്ക് അവരുടെ മാതൃഭാഷ സംസാരിക്കാൻ പറ്റില്ല, അവരുടെ സംസ്കാരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സ്പാനിഷ് ഭരണകൂടത്തിനെതിരെ കാറ്റലോണിയൻ സമുദായക്കാർ നിരന്തരമായി സമരം തന്നെ ചെയ്യുമായിരുന്നു. ഫ്രാങ്കോയുടെ ഭരണകാലത്ത് റയൽ മാഡ്രിഡ് അവരുടെ സ്വന്തം ടീമിനെ പോലെ കണ്ടു. മറുവശത്ത് കാറ്റലോണിയൻ സമുദായക്കാർക്ക് അവരുടെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിരുന്നു ബാഴ്സലോണ ടീം. അക്കാലത്ത് റയൽ മാഡ്രിഡ് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത് 11-1 എന്ന സ്കോറിലായിരുന്നു. അക്കാലത്ത് ബാഴ്സലോണ താരങ്ങളോട് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു. ബാഴ്സലോണ സൈൻ ചെയ്ത റയൽ മാഡ്രിഡ് ഇതിഹാസം ഡെസ്റ്റഫാനോയെ തൻ്റെ പവർ മുതലെടുത്ത് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ അദ്ദേഹത്തിനെ റയൽ മാഡ്രിഡിലേക്ക് സൈൻ ചെയ്തു എന്നും പറയപ്പെടുന്നു. പിന്നീട് ബാഴ്സലോണ വർഷങ്ങൾക്ക് ശേഷം യോഹാൻ ക്രൈഫിനെ കൊടുന്ന് അതിന് പ്രതികാരം വീട്ടുന്നു. അതിനുശേഷം റൊണാൾഡീനോ യുഗം, അതിനുശേഷം സാക്ഷാൽ ലയണൽ മെസ്സി യുഗം. സ്പെയിനിൽ ഈ കാറ്റലോണിയ സ്പെയിൻ യുദ്ധം ഇനിയും ആവർത്തിക്കും. പല താരങ്ങളും റയൽ മാഡ്രിഡിലും ബാഴ്സലോണയിലും മാറി മാറി വരും. കാലം ഇനി എത്ര കഴിഞ്ഞാലും സ്പെയിനും കാറ്റലോണിയക്കാരും തമ്മിലുള്ള ഈ ഒരു മത്സരത്തിൻ്റെ വീര്യം ഇനിയും അവസാനിക്കുമെന്ന് കരുതണ്ട.